ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ഈഗൾ ലേണിംഗ്. സോ കഴിഞ്ഞ ക്രിസ്മസ് എക്സാമുകളിൽ ചോദിച്ച 2 മാർക്ക് ചോദ്യങ്ങൾ നമ്മൾ അടിപൊളിയായിട്ട് 2 മാർക്ക് എല്ലാ ക്വസ്റ്റിനും ഡിസ്കസ് ചെയ്യാൻ പോവാണ്. നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടാൻ ഇത് വളരെ ഹെൽപ്ഫുൾ ആണ് അല്ലേ? അപ്പൊ ആദ്യത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: ഡിഫൈൻ റേറ്റ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ ആൻഡ് റൈറ്റ് എനി 2 ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിംഗ് റേറ്റ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ. എന്താണ് ഒരു കെമിക്കൽ റിയാക്ഷന്റെ റേറ്റ്? മക്കളെ, R gives P, റിയാക്ടൻസ് പ്രൊഡക്റ്റ് ആയിട്ട് മാറുന്നു. ഇതിന്റെ റേറ്റ് കണ്ടുപിടിക്കാൻ നിങ്ങൾ എന്താ ചെയ്യുക? ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻ ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ടൈം ചെയ്താൽ മതി. റിയാക്ടന്റ് ആണെങ്കിൽ നെഗറ്റീവ് സൈൻ കൊടുക്കുക, പ്രൊഡക്റ്റ് ആണെങ്കിൽ പോസിറ്റീവ് സൈൻ കൊടുക്കുക. ആൻഡ് റേറ്റിനെ എഫക്ട് ചെയ്യുന്ന ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. എന്തൊക്കെയാണ്? കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻ ഉണ്ട്, നേച്ചർ ഓഫ് റിയാക്ടൻ ഉണ്ട്, ടെമ്പറേച്ചർ ഉണ്ട്, പ്രഷർ ഉണ്ട്, ഇഫക്ട് ഓഫ് കാറ്റലിസ്റ്റ് ഉണ്ട്, റേഡിയേഷൻ ഉണ്ട്. ഏതെങ്കിലും 2 ഫാക്ടർ എഴുതുക. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്: വാട്ട് ആർ സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ? സ്യൂഡോ എന്ന് വെച്ചാൽ എന്താ? കപടം, കള്ളത്തരം, അല്ല, ഇല്ലാത്തതെന്നാണ്. സോ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഹയർ ഓർഡർ ആണ് അല്ലെങ്കിൽ സെക്കൻഡ് ഓർഡർ ആണെന്നൊക്കെ. ബട്ട് ആക്ച്വലി ഇറ്റ്സ് എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. അതാണ് സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. എക്സാമ്പിൾ ആയിട്ട് ഇൻവേർഷൻ ഓഫ് കെയിൻ ഷുഗർ ഉണ്ട്, ഹൈഡ്രോളിസിസ് ഓഫ് എസ്റ്റർ ഉണ്ട്. ഏതെങ്കിലും ഒന്ന് പഠിച്ചിരിക്കുക. 1 മാർക്കിനോ 2 മാർക്കിനോ ചോദിക്കും. യെസ്. ആൻഡ് അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്: ഐഡന്റിഫൈ ദ മോളിക്കുലാരിറ്റി ഓഫ് ദ ഫോളോയിങ് എലമെന്ററി റിയാക്ഷൻസ്. തന്നിരിക്കുന്ന എലമെന്ററി റിയാക്ഷൻസിന്റെ മോളിക്കുലാരിറ്റി ഐഡന്റിഫൈ ചെയ്യുക. NH4N2 എത്ര മോളിക്യൂൾസ് ആണ് ഇവിടെ കൊളൈഡ് ചെയ്യുന്നത് നോക്കിയാൽ മതി. ഒരു NH4N2 ആണ്. സോ മോളിക്കുലാരിറ്റി 1 ആണ്. ദിസ് ഇസ് എ യൂണിമോളിക്കുലാർ റിയാക്ഷൻ. ആൻഡ് അടുത്ത റിയാക്ഷൻ നോക്കുക. റിയാക്ടൻസിന്റെ എണ്ണമാണ് നിങ്ങൾ നോക്കേണ്ടത്. എത്ര റിയാക്ടൻ മോളിക്യൂൾസ് ആണ് ഇവിടെ കൊളൈഡ് ചെയ്യുന്നത്? 2 HI ആണ്. സോ മോളിക്കുലാരിറ്റി 2 ആണ്. ദിസ് ഇസ് എ ബൈമോളിക്കുലാർ റിയാക്ഷൻ. Next question: write the general outer electronic configuration of d block elements. d block elements ന്റെ general electronic configuration ഇത് n-1 d 1 to 10 ns 0 to 2 ആണ്. ns 1 to 2 എന്ന് എഴുതിയാലും മാർക്ക് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്: സിങ്ക് എന്ന് പറയുന്നത് ഒരു d block element ആണ്, ബട്ട് ഇറ്റ്സ് നോട്ട് എ ട്രാൻസിഷൻ എലമെന്റ്. അതൊരു ട്രാൻസിഷൻ എലമെന്റ് അല്ല. റീസൺ എന്താണ്? സിങ്കിന്റെ കോൺഫിഗറേഷൻ d10 കോൺഫിഗറേഷൻ ആണ്, ഫുള്ളി ഫിൽഡ് കോൺഫിഗറേഷൻ ആണ്. സോ അതിന് ഏതെങ്കിലും ഒരു ഓക്സിഡേഷൻ സ്റ്റേറ്റിലോ ഗ്രൗണ്ട് സ്റ്റേറ്റിലോ ഒന്നും അത് എന്ത് കാണിക്കുന്നില്ല? ഒരു ഹാഫ് ഫിൽഡ് കോൺഫിഗറേഷൻ കാണിക്കുന്നില്ല, അല്ലെങ്കിൽ പാർഷ്യലി ഫിൽഡ് കോൺഫിഗറേഷൻ കാണിക്കുന്നില്ല. അടുത്ത ചോദ്യം ഇതാണ്: റൈറ്റ് എനി 2 അപ്ലിക്കേഷൻസ് ഓഫ് ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെന്റ്സ്. ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെന്റ്സിന്റെ ഏതെങ്കിലും 2 ആപ്ലിക്കേഷൻസ് എഴുതുക. എന്ത് വേണമെങ്കിലും എഴുതാം. അവരെ നമ്മൾക്ക് കാറ്റലിസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ പിഗ്മെന്റ് ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യാറുണ്ട്, ടൈറ്റാനിയം ഓക്സൈഡ് ഒക്കെ. ഏതെങ്കിലും 2 ആപ്ലിക്കേഷൻസ് നോക്കി എഴുതുക. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്: ഒരു റിയാക്ഷന്റെ റേറ്റ് കോൺസ്റ്റന്റ് തന്നിട്ടുണ്ട് 5 × 10⁻² സെക്കൻഡ് ഇൻവേഴ്സ്. സെക്കൻഡ് ഇൻവേഴ്സ് കാണുമ്പോൾ അറിയാം ദിസ് ഇസ് എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. ഈ റിയാക്ഷന്റെ ഹാഫ് ലൈഫ് ആണ്, ടി ഹാഫ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഒരു ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെ ടി ഹാഫ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? 0.693 ഡിവൈഡഡ് ബൈ കെ ആണ്. ഇവിടെ കെ എത്രയാണ്? 5 × 10⁻² ആണ്. സോ 0.693 ഡിവൈഡഡ് ബൈ 5 × 10⁻² ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് 13.86 സെക്കൻഡ്സ് ആണ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്: സ്റ്റേറ്റ് ഹെൻറീസ് ലോ ആൻഡ് റൈറ്റ് എനി വൺ ഓഫ് ഇറ്റ്സ് ആപ്ലിക്കേഷൻ. സോ അടുത്ത ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാൻ ആർട്ടി സർ വരെയാണ്. യെസ്, നമ്മുടെ സൊല്യൂഷനിലെ ക്വസ്റ്റ്യൻ സ്റ്റേറ്റ് ഹെൻറീസ് ലോ ഈ വൺ അപ്ലിക്കേഷൻ എന്നാണ്. ഹെൻറീസ് ലോ പറയുന്നത് സോല്യൂബിലിറ്റി ഓഫ് ഗ്യാസ് അല്ലെ, സോല്യൂബിലിറ്റി ഓഫ് ഗ്യാസ് ഇൻ എ സോൾവെന്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി എക്സ്റ്റേണൽ പ്രഷർ അപ്ലൈഡ് ഓൺ ദ ലിക്വിഡ് സർഫസ്. അതാണ് ഹെൻറീസ് ലോ പറയുന്നത്. അതിൽ നമുക്ക് ഒരുപാട് അപ്ലിക്കേഷൻ ഉണ്ട് അല്ലേ. നമ്മൾ സോഫ്റ്റ് ബോട്ടിലും സോഫ്റ്റ് ഡ്രിങ്ക് ബോട്ടിലും ഒക്കെ ഓപ്പൺ ചെയ്യുന്ന ഫിസ് സൗണ്ട് വരാൻ കാരണം എക്സസ് പ്രഷർ കൊടുത്ത് കാർബൺ ഡൈ ഓക്സൈഡ് ഡിസോൾവ് ചെയ്യിക്കുന്നതുകൊണ്ടാണ്. അതുപോലെ സ്കൂബ ഡൈവേഴ്സ് ക്യാരിങ് ഓക്സിജൻ ഹീലിയം മിക്സർ ഇൻസ്റ്റെഡ് ഓഫ് എയർ അല്ല അവർ കൊണ്ടുവന്നത് ടു അവോയ്ഡ് എ ഡിസീസ് ബെൻഡ് പോലുള്ള ഡിസീസ് ഒഴിവാക്കാൻ വേണ്ടി. വാട്ടർ ഐസോട്ടോണിക് സൊല്യൂഷൻ. 2 സൊല്യൂഷൻ സെയിം കോൺസെൻട്രേഷൻ ആണെങ്കിൽ വിളിക്കുന്ന പേരാണിത് ഐസോട്ടോണിക് സൊല്യൂഷൻ. ഓക്കെ. അപ്പോൾ 0.9% NaCl സൊല്യൂഷനും ബ്ലഡും ഐസോട്ടോണിക് ആണ്. വാട്ട് ഈസ് വാൻ ഹോഫ് ഫാക്ടർ ആൻഡ് ഹൗ ഇറ്റ് ഈസ് റിലേറ്റഡ് ടു മോളാർ മാസ് ഓഫ് സൊല്യൂട്ട്? വാൻ ഹോഫ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ഉപയോഗിച്ച് മോളാർ മാസ് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ അത് തെറ്റാണ് കിട്ടുക. അതിനെ കറക്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ടേമാണിത് വാൻ ഹോഫ് ഫാക്ടർ. അത് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ മോളാർ മാസ് കാൽക്കുലേഷന് വേണ്ടിയാണ്. അൺനോൺ സൊല്യൂട്ടിൻ്റെ മോളാർ മാസ് കാൽക്കുലേഷന് വേണ്ടിയാണ്. മിക്കവാറും കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ഉപയോഗിച്ച് ഒരു ഇലക്ട്രോലൈറ്റിൻ്റെ മോളാർ മാസ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ഉപയോഗിച്ച് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ തെറ്റാണ് കിട്ടുക. അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടി അതിൻ്റെ കൂടെ ഐ എന്നുള്ള വാൻ ഹോഫ് ഫാക്ടർ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. വാൻ ഹോഫ് ഫാക്ടർ ഐ കാണാൻ നമ്പർ ഓഫ് അയോൺ ഫോം ഡിവൈഡ് ബൈ നമ്പർ ഓഫ് മോളിക്യൂൾ ടേക്കൺ എന്നുള്ള ഇക്വേഷൻ ഉപയോഗിക്കുക. 100% ഡിസോസിയേഷനോ അല്ലെങ്കിൽ 100% അസോസിയേഷനോ ആണെങ്കിൽ. ഓക്കെ, ആൻസർ അവിടെ ഉണ്ട്, ഇരട്ടിയാണ്. അടുത്ത് പറഞ്ഞത് ഡിസ്റ്റിങ്വിഷ് ഹോമോലിറ്റിക് ആൻഡ് ഹെട്രോലിറ്റിക് കോംപ്ലക്സ് ആണ്. സെയിം ലിഗാൻഡുകളാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ്, ഒരു കോംപ്ലക്സിൽ സെയിം ടൈപ്പ് ലിഗാൻഡുകളാണെങ്കിൽ അവരെ വിളിക്കുന്ന പേരാണ് ഹോമോലിറ്റിക് കോംപ്ലക്സുകൾ. ഡിഫറെൻറ്റ് ടൈപ്പ് ലിഗാൻഡ് അമൈൻ ക്ലോറിഡോ പോലുള്ള ഡിഫറെൻറ്റ് ടൈപ്പ് ലിഗാൻഡുകൾ വരികയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഹെട്രോലിറ്റിക് കോംപ്ലക്സുകൾ. റെഡിയാണ്? യെസ്. ഐഡൻറ്റിഫൈ ദ പ്രോഡക്റ്റ് എ ആൻഡ് ബി.
ക്ലോറോബെൻസീനെ നൈട്രേഷൻ നടത്തുക. ക്ലോറോബെൻസീനെ നൈട്രേഷൻ നടത്തിയാൽ NO2+ വരും. NO2+ എങ്ങോട്ടാ വരിക? ഒന്നിക്കൽ ഓർത്തോയിലേക്കോ അല്ലെങ്കിൽ പാരയിലേക്ക് വരും. ഓർത്തോ പ്ലസ് പാരാണ്. ഓർത്തോ നൈട്രോ ക്ലോറോബെൻസീനും പാരാ നൈട്രോ ക്ലോറോബെൻസീനുമാണ് പ്രോഡക്റ്റ്. ഓർത്തോ നൈട്രോ ക്ലോറോബെൻസീൻ ആൻഡ് പാരാ നൈട്രോ ക്ലോറോബെൻസീൻ. നൈട്രോ ഗ്രൂപ്പാണ് നൈട്രേഷനിൽ വരുന്നത്. അടുത്തത്, ഹൗ മച്ച് ഗ്രാം ഇലക്ട്രിസിറ്റി ആ ടേം ടു ഫാരഡേ ഈസ് റിക്വയർഡ് ടു പ്രൊഡ്യൂസ് 20 ഗ്രാം കാൽഷ്യം. കാൽഷ്യത്തിൻ്റെ അറ്റോമിക് വെയിറ്റ് നമുക്ക് അറിയാം. കാൽഷ്യത്തിൻ്റെ അറ്റോമിക് വെയിറ്റ് എത്രയാണ്? ഗ്രാം അറ്റോമിക് വെയിറ്റ് GAM = 40 ആണ്. ഈക്വലൻ വെയിറ്റ് എത്രയാണെന്ന് വെച്ചാൽ ഈക്വലൻ വെയിറ്റ് = 20 ആണ്. അറ്റോമിക് മാസ് ബൈ വാലൻസി, അതാണ് ഈക്വലൻ മാസ്, 20 ആണ്. കാൽഷ്യത്തിൻ്റെ വാലൻസി, കാൽഷ്യം ക്ലോറൈഡ് കാൽഷ്യത്തിൻ്റെ വാലൻസി 2+ ആണ്. സോ ഒരു ഫാരഡേ കൊണ്ട് 20 ഗ്രാം. സോ എത്ര ഫാരഡേ വേണമെന്ന് വെച്ചാൽ 20 ഗ്രാം ഡെപ്പോസിറ്റ് ചെയ്യാൻ ഒരു ഫാരഡേ വേണം. ക്ലിയർ അല്ലേ? Al3+ ആണ്. Al3+ന്റെ ഗ്രാം അറ്റോമിക് മാസ് നമുക്ക് അറിയാം. ഗ്രാം അറ്റോമിക് മാസ് 27 ആണ്. ഓക്കെ, വാലൻസ് 3 ആയതുകൊണ്ട് ഈക്വലൻ വെയിറ്റ് എത്രയാണെന്ന് വെച്ചാൽ 9 ആണ്. അതായത് ഒരു ഫാരഡേ കൊണ്ട് 9 ഗ്രാം ഡെപ്പോസിറ്റ് ചെയ്യും. ഒരു ഫാരഡേ കൊണ്ട് 9 ഗ്രാം. അപ്പോൾ 54 ഗ്രാം ഡെപ്പോസിറ്റ് ചെയ്യാൻ എത്ര ഫാരഡേ വേണം? 6 ഫാരഡേ വേണ്ടി വരും അല്ലേ? റെഡി, 6 ഫാരഡേ വേണം. നെക്സ്റ്റ് ആണ്, വാട്ട് ആർ ദ പോസ്റ്റ്ലേറ്റ്സ് ഓഫ് ഫർണസ് തിയറി? അവർ പറഞ്ഞത് ഏതൊരു കോർഡിനേഷൻ കോംപ്ലക്സിനും 2 ടൈപ്പ് വാലൻസിയാണ്. പ്രൈമറി വാലൻസിയും സെക്കൻഡറി വാലൻസിയും. അയോണുകളായി മാറുന്ന വാലൻസിയെ പ്രൈമറി വാലൻസി എന്നും അയോണുകളായി മാറാത്ത സ്ക്വയർ ബ്രാക്കറ്റിനുള്ളിലുള്ള വാലൻസിയെ സെക്കൻഡറി വാലൻസി എന്നും വിളിക്കാം. സ്ക്വയർ ബ്രാക്കറ്റിന് പുറത്തുള്ളത് പ്രൈമറിയും സ്ക്വയർ ബ്രാക്കറ്റിനുള്ളിലുള്ളത് എന്ത് ചെയ്യുക? സെക്കൻഡറിയും. പ്രൈമറി വാലൻസി അയോണൈസബിൾ ആണ്, അത് ഓക്സിഡേഷൻ നമ്പർ ഇൻഡിക്കേറ്റ് ചെയ്യും. സെക്കൻഡറി വാലൻസി നോൺ അയോണൈസബിൾ ആണ്, കോർഡിനേഷൻ നമ്പർ ആണ്. പ്രൈമറി വാലൻസീസ് ആർ ഓൾവേസ് സാറ്റിസ്ഫൈഡ് ബൈ നെഗറ്റീവ്ലി ചാർജ്ഡ് അയോൺ. ബ്രാക്കറ്റിന് പുറത്തുള്ളത് എപ്പോഴും വെർണ തിയറി പ്രകാരം ബ്രാക്കറ്റിന് പുറത്ത് എപ്പോഴും നെഗറ്റീവ്ലി ചാർജ്ഡ് അയോൺ മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ ബ്രാക്കറ്റിനുള്ളിലോ നെഗറ്റീവ്ലി ചാർജ്ഡ് അയോൺ അല്ലെങ്കിൽ ന്യൂട്രൽ മോളിക്യൂൾ രണ്ടും ഉണ്ടാവാം. ഓക്കെ, ഇമ്പോർട്ടൻറ്റ് പോസ്റ്റ്ലേറ്റ്സ് ഓഫ് ഫർണസ് തിയറി എഴുതിയിട്ടുണ്ട്. റൈറ്റ് ഡൗൺ ദ IUPAC നെയിമാണ്. IUPAC നെയിം ഇവിടെ അയേണിൻ്റെ ഓക്സിഡേഷൻ നമ്പർ ആദ്യം കാണണം. അയേണിൻ്റെ ഓക്സിഡേഷൻ നമ്പർ +3 ആണ് കിട്ടുക. അപ്പോൾ ട്രൈ ഓക്സലേറ്റോ പൊട്ടാഷ്യം ട്രൈ ഓക്സിലേറ്റോ ഫെറൈറ്റ് 3 ആണ്. പൊട്ടാഷ്യം ട്രൈ ഓക്സിലേറ്റോ ഫെറൈറ്റ് 3. ഫെറൈറ്റ് ഉപയോഗിക്കാൻ കാരണം കോംപ്ലക്സ് രണ്ടാമത് വന്നാൽ നെയിം എൻഡ് വിത്ത് AT ആണ്. അയൺ ആണെങ്കിൽ ഫെറൈറ്റ്, ഗോൾഡ് ആണെങ്കിൽ ഓറൈറ്റ്, സിൽവർ ആണെങ്കിൽ അർജന്റൈൻ, കോപ്പർ ആണെങ്കിൽ കുപ്രൈറ്റ്, ക്രോമിയം ആണെങ്കിൽ ക്രോമൈറ്റ് ഉപയോഗിക്കും. അപ്പോൾ പൊട്ടാഷ്യം ട്രൈ ഓക്സിലേറ്റോ ഫെറൈറ്റ് 3. അതുപോലെ നെക്സ്റ്റ് വരുന്നത് അമൈൻ ഉണ്ട്, അക്വ ഉണ്ട്, ക്ലോറിഡോ ഉണ്ട്. ഏതാണ് വരിക? അമൈൻ ആണോ AM ആണോ AQ ആണോ ഫസ്റ്റ് വരിക? അമൈനോടെ അമൈൻ അക്വ ഡൈക്ലോറിഡോ. അമൈൻ അക്വ ഡൈക്ലോറിഡോ പ്ലാറ്റിനം 2 ആണ് അല്ലേ? അമൈൻ AM ഉണ്ട് AQ ഉണ്ട്. അപ്പോൾ അമൈൻ അല്ലേ ഫസ്റ്റ് വരിക? അമൈൻ അക്വ, അമൈൻ ഡയമല്ല, അമൈൻ അക്വ ഡൈക്ലോറിഡോ പ്ലാറ്റിനം 2. പ്ലാറ്റിനത്തിൻ്റെ ഓക്സിഡേഷൻ നമ്പർ +2 ആണ്. ഇവിടെ റെഡിയാണ്, +2. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആൾഡിഹൈഡ്സ് ത്രൂ പോളാർ. ആൾഡിഹൈഡ്സ് പോളാർ ആണ്. ഇമ്മിസിബിൾ വിത്ത് വാട്ടർ. വൈ? ആൾഡിഹൈഡ്സ് ത്രൂ പോളാർ ആണ്. ആൾഡിഹൈഡ്സ് ആർ പോളാർ ആൻഡ് ആർ ഇമ്മിസിബിൾ വിത്ത് വാട്ടർ. എന്തുകൊണ്ടാണ്? സോറി, ആൽഡിഹൈഡ് അല്ല, ആൽക്കൈൽ ഹാലൈഡ്സ് ആണ്. സോറി, ആൽക്കൈൽ ഹാലൈഡ്സ് പോളാർ ആണ്, പക്ഷേ അവർ വാട്ടറിൽ ഇമ്മിസിബിൾ ആണെന്ന് പറയുന്നത്. ഒരു കോമ്പൗണ്ട്, അത് എനിക്കൊരു ഡൗട്ട് വന്നു. ആൽഡിഹൈഡ്സ് അല്ലല്ലോ ഒന്ന്, ആൽഡിഹൈഡ്സ് മിസിബിൾ ആണ്. ആൽഡിഹൈഡ്സും കീറ്റോൺസും വാട്ടറിൽ മിസിബിൾ ആണ്, പക്ഷേ ആൽക്കൈൽ ഹാലൈഡ്സ് ആർ ഇമ്മിസിബിൾ. ആൽക്കൈൽ ഹാലൈഡ് വാട്ടറിൽ ഇമ്മിസിബിൾ ആണ്. എന്താ കാര്യം എന്നാ ചോദിച്ചത്. ആൽക്കൈൽ ഹാലൈഡ് വാട്ടർലെസ് ഇൻവിസിബിൾ ആവാൻ കാരണം ഒരു ഓർഗാനിക് കോമ്പൗണ്ട് വാട്ടറിൽ ഇൻവിസിബിൾ ആണെന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുന്നത് ആ ഓർഗാനിക് കോമ്പൗണ്ട് ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യുന്നില്ല എന്നാണ്. ആ ഓർഗാനിക് കോമ്പൗണ്ട് വാട്ടറുമായിട്ട് ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യാൻ എബിലിറ്റി ഇല്ല എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഐഡന്റിഫൈ ദ കോമ്പൗണ്ട് X and Y ഇൻ ദ ഫോളോയിങ് റിയാക്ഷൻ. ഇതിലേക്ക് ആൽക്കീലിലേക്ക് HBr അടയുക, CH2 ഡബിൾ ബോണ്ട് CH2. ഇതിലേക്ക് HBr അടയുക, HBr ആഡ് ചെയ്താൽ എന്താ സംഭവിക്കുക? CH3 CH2 Br ആയി മാറി. CH3 CH2 Br. ഒരു കാർബണിലേക്ക് H പോവും, മറ്റേ കാർബണിൽ Br പോവും. ഇതിലേക്ക് അക്വസ് NaOH വെച്ചാൽ Br പോയിട്ട് OH വരും. CH3 CH2 OH ആയി മാറി, ആൽക്കഹോളായി മാറി. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആൻസർ അവിടെയുണ്ട്. The dehydration of alcohol following order, tertiary, secondary, primary. Why എന്നാണ്? The dehydration ഇത്രയേ ഉള്ളൂ. Dehydration proceed through carbocation. Dehydration എന്ത് വഴി പ്രൊസീഡ് ചെയ്യും? കാർബോകാറ്റയോൺ. tertiary carbocation is highly stable than secondary carbocation than primary. ഡീഹൈഡ്രേഷൻ എപ്പോഴും ഫോളോ ചെയ്യുക കാർബോകാറ്റയോൺ മെക്കാനിസം ആണ്. സോ ഏത് കാർബോകാറ്റയോൺ ആണ് മോർ സ്റ്റേബിൾ എന്ന് വെച്ചാൽ tertiary carbocation മോർ സ്റ്റേബിൾ ആണ്. അടുത്ത്, ഫിനോളിനെ ബ്രോമിൻ വാട്ടർ ഉപയോഗിച്ചാൽ 2 ഓർത്തോലും വാട്ടർ ആണ് സോൾവെന്റ് എങ്കിൽ വാട്ടർ ഈസ് എ പോളാർ സോൾവെന്റ്. വാട്ടർ ആണ് സോൾവെന്റ് എങ്കിൽ 2 ഓർത്തോലും 1 പാരലും ബ്രോമിൻ വരും. 2,4,6 ട്രൈബ്രോമോഫിനോൾ. അതേസമയം നോൺ പോളാർ സോൾവെന്റ് ആണെങ്കിൽ ഓർത്തോ ബ്രോമോ പ്ലസ് പാരാബ്രോമോ.
രണ്ട് പ്രോഡക്റ്റ് ആയിട്ട് വരിക. അപ്പോൾ ഫീനോളിനെ ബ്രോമിനേറ്റ് ചെയ്താൽ വാട്ടർ ആൻഡ് സോൾവെന്റ് 2,4,6 ട്രൈബ്രോമോ 2,4,6 ട്രൈബ്രോമോ അല്ലെങ്കിൽ ഓർത്തോബ്രോമോ പ്ലസ് പാരാബ്രോമോ ഫീനോൾ വരും. റെഡിയാണ്? ഓക്കെ. എക്സ്പ്ലെയിൻ ഗട്ടർ മെൻകോച്ച് ആൽഡിഹൈഡ് സിന്തസിസ്. ബെൻസീനെ ബെൻസാൽഡിഹൈഡ് ആക്കി മാറ്റുന്ന റിയാക്ഷൻ ആണിത് ഗട്ടർ മെൻകോച്ച് ആൽഡിഹൈഡ് സിന്തസിസ്. ക്ലിയർ ആണ്? യെസ്. ബെൻസീനെ ബെൻസാൽഡിഹൈഡ് ആക്കി മാറ്റുക. കാർബൺ മോണോക്സൈഡും HCl AlCl3 വെച്ച് ബെൻസീനെ ബെൻസാൽഡിഹൈഡ് ആക്കി മാറ്റുന്ന റിയാക്ഷൻ ആണ് ഗട്ടർ മെൻകോച്ച് ആൽഡിഹൈഡ് സിന്തസിസ്. റെഡിയാണ്? ഇത് ഗീവ് സം കെമിക്കൽ ടെസ്റ്റ് ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ പ്രൊപ്പനാൽ ആൻഡ് പ്രൊപ്പനോൺ. പ്രൊപ്പനാളിനെയും പ്രൊപ്പനോണിനെയും ഡിസ്റ്റിംഗ്വിഷ് ചെയ്യുക. പ്രൊപ്പനാൽ ആൻഡ് പ്രൊപ്പനോൺ, ആൽഡിഹൈഡും കീറ്റോണും. പ്രൊപ്പനാൽ ഈസ് ആൽഡിഹൈഡ് ആണ്, പ്രൊപ്പനോൺ കീറ്റോൺ ആണ്. ആൽഡിഹൈഡ് സിൽവർ മിറർ ടെസ്റ്റ് ആൻസർ ചെയ്യും, പക്ഷേ കീറ്റോൺ സിൽവർ മിറർ ടെസ്റ്റ് ആൻസർ ചെയ്യില്ല. അതായത് അമോണിയക്കൽ സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ ആണ് ടോളൻസ് റിയേജന്റ്. ഈ ടോളൻസ് റിയേജന്റും ആൽഡിഹൈഡും റിയാക്ട് ചെയ്യും, ഒരു സിൽവർ ലെയർ ഫോം ചെയ്യും. പക്ഷേ കീറ്റോൺ റിയാക്ട് ചെയ്യും. സോ പ്രൊപ്പനാൽ ടോളൻസ് ടെസ്റ്റ് ആൻസർ ചെയ്യും, പക്ഷേ പ്രൊപ്പനോൺ ടോളൻസ് ടെസ്റ്റ് എന്തില്ല, ആൻസർ ചെയ്യില്ല. റെഡിയാണ്? യെസ്. വെള്ളിംഗ് ടെസ്റ്റ് ഉപയോഗിക്കാം. വെള്ളിംഗ് ടെസ്റ്റ് നമുക്ക് ഉപയോഗിക്കാം. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യനും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് എക്സാം ചെയ്ത് അതുപോലെ മറക്കരുത്. ഇന്ന് കൃത്യം 7 മണിക്ക് ഓർഗാനിക്കിലെ മുഴുവൻ ചാപ്റ്റേഴ്സും അതുപോലെ തന്നെ എല്ലാ ചാപ്റ്റേഴ്സും കോർഡിനേഷൻ എല്ലാ ചാപ്റ്റേഴ്സും ഡിസ്കസ് ചെയ്തുകൊണ്ട് ഇന്ന് കൃത്യം 7 മണിക്ക് ലൈവ് ഉണ്ട്. അതുപോലെ നാളെ മോർണിംഗ് 6 മണിക്ക് ബൂസ്റ്റർ ഉണ്ട്. അപ്പോൾ എല്ലാവരും ലൈവിന് എല്ലാവരും മാക്സിമം ലൈവ് ഷെയർ ചെയ്യുക, ലൈവിലെത്തി. ഓക്കെ.